എന്നാൽ നാം സ്വപ്നത്തിൽ കാണുന്നതെല്ലാം നമ്മുടെ തലച്ചോറിന്റെ വെറുമൊരു കളി മാത്രമാണോ, അതോ അതിലെന്തെങ്കിലും വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം നാം നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയായിരിക്കും, എന്നാൽ അടുത്ത നിമിഷം അപരിചിതവും ഭയാനകവുമായ സ്ഥലങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടാകും. ശരിക്കും അങ്ങനെ സംഭവിക്കാറുണ്ടോ? അതോ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലെ മറഞ്ഞുകിടക്കുന്ന ചില സത്യങ്ങളിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? സ്വപ്നങ്ങൾ നമുക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നു? സ്വപ്നങ്ങൾ കാണുന്നതിന്റെ ഉദ്ദേശ്യമെന്താണ്? ഒരാൾക്ക് സ്വപ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വപ്നത്തിൽ നമ്മുടെ ശരീരവും ചലിക്കുന്നുണ്ടോ? ഈ രഹസ്യങ്ങളെല്ലാം അറിയാൻ നിങ്ങൾ ഞങ്ങളുടെ ഈ യാത്രയിൽ പങ്കുചേരണം. ഇവിടെ ഓരോ സ്വപ്നവും നിങ്ങളെ പുതിയൊരു വഴിത്തിരിവിലേക്ക് നയിക്കും. ഓരോ വഴിത്തിരിവിലും നിങ്ങൾ ചിന്തിക്കും, ഇതൊരു സ്വപ്നമായിരുന്നോ അതോ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയോ എന്ന്. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്വപ്നങ്ങൾ കാണാറുണ്ടാകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നാം സ്വപ്നങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ഈ വീഡിയോ കണ്ടുതീരുമ്പോൾ ഇതുവരെ നിങ്ങൾക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. സുഹൃത്തുക്കളെ, വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഈ പുസ്തകത്തെ 12 അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതിനാൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് 1-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഇയർഫോണോ ഹെഡ്ഫോണോ ഉണ്ടെങ്കിൽ ദയവായി അത് ഉപയോഗിക്കുക. ഇത് വീഡിയോയിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. അധ്യായം 1: സ്വപ്നങ്ങളുടെ ആമുഖം. സ്വപ്നങ്ങൾ എന്തും സാധ്യമാകുന്ന ഒരു ലോകം. ഇവിടെ നിങ്ങളുടെ മനസ്സ് സമയത്തിന്റെയും സ്ഥലത്തിന്റെയും എല്ലാ അതിരുകളും ഭേദിക്കുന്നു. സങ്കൽപ്പിക്കുക, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ തന്നെ സംവിധാനം ചെയ്ത ഒരു സിനിമ കാണുകയാണ്. അതിലെ രസകരമായ കാര്യം ആ സിനിമയിലെ നായകൻ നിങ്ങൾ തന്നെയാണ് എന്നതാണ്. സ്വപ്നങ്ങൾ വെറുതെ കണ്ണടച്ച് ഇരുട്ടിലേക്ക് മറയുക എന്നതിനപ്പുറം നമ്മുടെ ഉള്ളിലെ അദൃശ്യമായൊരു പ്രപഞ്ചത്തെ കാണിച്ചു തരുന്ന ജാലകങ്ങളാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, സഹോദരാ, ഇന്നലെ രാത്രി കണ്ട സ്വപ്നം എന്തു പറയാനാണ്, അത് ശരിക്കും നടക്കുന്നതുപോലെ തോന്നിയെന്ന്. മറുവശത്ത് ചിലർ തങ്ങളുടെ പേടിസ്വപ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ഇന്നും വിറയ്ക്കുന്നു. എന്നാൽ സ്വപ്നങ്ങൾ തലച്ചോറിന്റെ വെറുമൊരു കളി മാത്രമല്ലെന്ന് നിങ്ങൾക്കറിയാമോ? അവ നിങ്ങളുടെ ഉപബോധമനസ്സിന്റെ മന്ത്രണങ്ങളാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉപബോധമനസ്സ് ഉണരുകയും പകൽ സമയം നിങ്ങൾ അവഗണിച്ച കാര്യങ്ങൾ സ്വപ്നങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുകയും ചെയ്യുന്നു. ഒരു കഥ പറയാം. ഒരു കർഷകൻ എന്നും തന്റെ പാടത്ത് കഠിനാധ്വാനം ചെയ്തിരുന്നു. ഒരു രാത്രി അയാൾ ഒരു സ്വപ്നം കണ്ടു. തന്റെ ഭൂമിക്കടിയിൽ സ്വർണ്ണനിധി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ആദ്യം അയാൾ അതൊരു തമാശയായി കരുതി. പക്ഷേ ആ സ്വപ്നം ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്നു. അവസാനം അയാൾ അവിടെ കുഴിച്ചുനോക്കി. ശരിക്കും സ്വർണം നിറച്ചൊരു പാത്രം അവിടെ നിന്ന് ലഭിച്ചു. ഇതൊരു സിനിമാക്കഥ പോലെ തോന്നാം, പക്ഷേ ഇത് നമ്മുടെ മനസ്സിന്റെ ശക്തിയെയാണ് കാണിക്കുന്നത്. പകൽ വെളിച്ചത്തിൽ കാണാൻ കഴിയാത്ത പലതും സ്വപ്നങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. സ്വപ്നങ്ങളുടെ നിറം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്വപ്നങ്ങൾ കാണുന്നു, ചിലരുടേത് പൂർണ്ണമായും കളറിലായിരിക്കും. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് നിങ്ങളുടെ ഭാവനയെയും ഓർമ്മകളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ധാരാളമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും അത്രത്തോളം വർണ്ണാഭമായിരിക്കും. ഇനി കുറച്ച് ശാസ്ത്രീയമായ കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ തലച്ചോറിന്റെ REM ഘട്ടം സജീവമാകുന്നു. ഈ സമയത്താണ് നാം ഏറ്റവും വ്യക്തമായ സ്വപ്നങ്ങൾ കാണുന്നത്. രസകരമായ കാര്യമെന്തെന്നാൽ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ശരീരം ഏതാണ്ട് തളർന്ന അവസ്ഥയിലായിരിക്കും. സ്വപ്നത്തിലെ കാര്യങ്ങൾ നേരിട്ട് ചെയ്ത് നിങ്ങൾ കട്ടിലിൽ നിന്ന് താഴെ വീഴാതിരിക്കാനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആളുകൾ ശരീരത്തിൽ മുറിവുകളുമായി നടക്കേണ്ടിവരും എന്ന് ചിന്തിച്ചു നോക്കൂ. കവികൾ ശരിയായി പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുമ്പോൾ വരുന്നതല്ല സ്വപ്നങ്ങൾ, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നങ്ങൾ. എന്നാൽ ഇത് ശരിക്കും സത്യമാണോ? ചില സ്വപ്നങ്ങൾ ഉറക്കത്തേക്കാൾ കൂടുതൽ സമാധാനം നൽകുന്നു. നിങ്ങളുടെ നഷ്ടപ്പെട്ട സാധനം തിരികെ ലഭിക്കുന്ന സ്വപ്നമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയോട് പ്രണയം തുറന്നു പറയുകയും അവർ സമ്മതിക്കുകയും ചെയ്യുന്ന സ്വപ്നമോ പോലെ. പിന്നെ ചില സ്വപ്നങ്ങൾ നമ്മെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നവയാണ്. ഒരു മലമുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതുപോലെ താഴെ എത്താറാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടിയുണരും. ഇതിനെ ഹിപ്നിക് ജെർക്ക് എന്ന് വിളിക്കുന്നു. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ എന്ന് പറയുന്ന ശരീരത്തിന്റെ അലാറം പോലെയാണിത്. സ്വപ്നങ്ങൾ വെറുമൊരു മനസ്സിന്റെ കളി മാത്രമല്ല, അവ നമ്മുടെ പറയാത്ത വികാരങ്ങളുടെയും മറച്ചുവെച്ച ഭയങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒരു ശേഖരമാണ്. അടുത്ത തവണ ഒരു സ്വപ്നം കാണുമ്പോൾ അതിനെ അവഗണിക്കരുത്. ഒരുപക്ഷെ അത് നിങ്ങൾക്കുള്ള എന്തെങ്കിലും സന്ദേശവുമായി വന്നതായിരിക്കാം. അധ്യായം 2: സ്വപ്നങ്ങളുടെ ശാസ്ത്രം. സ്വപ്നങ്ങളുടെ ശാസ്ത്രം എത്രത്തോളം രഹസ്യങ്ങൾ നിറഞ്ഞതാണോ അത്രത്തോളം തന്നെ ശാസ്ത്രീയവുമാണ്. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം വിശ്രമിക്കുകയാണെങ്കിലും തലച്ചോർ സ്വന്തമായൊരു മാന്ത്രിക ലോകത്ത് തിരക്കിലായിരിക്കും. സങ്കൽപ്പിക്കുക, എല്ലാവരും ഉറങ്ങുന്ന ആ ശാന്തമായ രാത്രി സമയത്ത് നിങ്ങളുടെ തലച്ചോർ വ്യത്യസ്തമായ കഥകൾ മെനയുകയാണ്. സ്വപ്നങ്ങളുടെ ശാസ്ത്രം മനസ്സിലാക്കാൻ ആദ്യം നാം ഉറക്കത്തിന്റെ പ്രക്രിയ മനസ്സിലാക്കണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉറക്കം 5 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഇതിനെ ശാസ്ത്രജ്ഞർ സ്ലീപ്പ് സൈക്കിൾ എന്ന് വിളിക്കുന്നു. ഇതിലെ ഏറ്റവും രസകരമായ ഘട്ടമാണ് REM.
നിങ്ങളുടെ തലച്ചോർ ഒരു ഫിലിം പ്രൊജക്ടർ പോലെ പ്രവർത്തിക്കുന്ന സമയമാണിത്. ഇവിടെ നിന്നാണ് സ്വപ്നങ്ങളുടെ കളി തുടങ്ങുന്നത്. ഉറക്കത്തിൽ നിങ്ങളുടെ കണ്ണുകൾ വളരെ വേഗത്തിൽ ചലിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതാണ് REM ഘട്ടം. അവിടെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഏറ്റവും വ്യക്തമാകുന്നത്. രസകരമായ കാര്യമെന്തെന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ പേശികൾ പൂർണ്ണമായും തളർന്നുപോകുന്നു. സ്വപ്നത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിക്കാതിരിക്കാനാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. സ്വപ്നത്തിൽ നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ശരിക്കും ഓടാൻ തുടങ്ങിയാലുള്ള അവസ്ഥയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. സ്വപ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് പല സിദ്ധാന്തങ്ങളുമുണ്ട്. പകൽ സമയത്തെ അനാവശ്യ വിവരങ്ങൾ നീക്കം ചെയ്യുന്ന തലച്ചോറിന്റെ ഒരു ഡിലീറ്റ് ബട്ടനാണ് സ്വപ്നങ്ങൾ എന്ന് ചിലർ പറയുന്നു. നിങ്ങളുടെ ഓർമ്മകളെ അടുക്കിവെക്കുന്ന പ്രക്രിയയാണെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ സ്വപ്നങ്ങൾ നിങ്ങളുടെ തലച്ചോറിന്റെ ഫയലിംഗ് സിസ്റ്റം പോലെയാണ്. രസകരമായ ഒരു വസ്തുതയെന്തെന്നാൽ സ്വപ്നം കാണുമ്പോൾ തലച്ചോറിലെ ഇലക്ട്രിക് ആക്ടിവിറ്റി നാം ഉണർന്നിരിക്കുമ്പോഴുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും സ്വപ്നങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത്. ഫ്രെഡറിക് ബാൻഡിംഗ് ഇൻസുലിൻ കണ്ടെത്തിയത് സ്വപ്നത്തിലൂടെയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ വിത്തും പാകിയത് ഒരു സ്വപ്നത്തിൽ നിന്നാണ്. എന്നാൽ എല്ലാ സ്വപ്നങ്ങളും ഇത്ര പ്രചോദനം നൽകുന്നതാകില്ല. ചില സ്വപ്നങ്ങൾ ഭയപ്പെടുത്തുന്നതോ അർത്ഥമില്ലാത്തതോ ആകാം. ഇതിനെ മനസ്സിലാക്കാൻ പേടിസ്വപ്നങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തലച്ചോർ നിങ്ങളെ അറിയിക്കുന്ന രീതിയാണിത്. ഉദാഹരണത്തിന്, ഓഫീസിലെ പ്രസന്റേഷനെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകുലനാണെങ്കിൽ കാലിയായ സ്ലൈഡുകൾക്ക് മുന്നിൽ നിൽക്കുന്നതായി നിങ്ങൾ സ്വപ്നം കണ്ടേക്കാം. ഇനി സ്വപ്നങ്ങളുടെ നിറത്തെയും വികാരങ്ങളെയും കുറിച്ച് സംസാരിക്കാം. ചില സ്വപ്നങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയോ മാധ്യമങ്ങളോ കണ്ട് വളർന്നവരിലാണ് ഇത് കൂടുതലായി കാണുന്നതെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ ചിലർ സ്വപ്നങ്ങളിൽ ഭയം, സന്തോഷം അല്ലെങ്കിൽ ഉത്കണ്ഠ തുടങ്ങിയ ആഴത്തിലുള്ള വികാരങ്ങൾ മാത്രം അനുഭവിക്കുന്നു. സ്വപ്നങ്ങളുടെ ശാസ്ത്രത്തിലെ ഏറ്റവും രസകരമായ ഭാഗമാണ് ലൂസിഡ് ഡ്രീമിംഗ്. ഇതിൽ നിങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും അത് നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുന്നു. സ്വപ്നത്തിൽ നിങ്ങൾക്ക് പറക്കാം, സൂപ്പർ ഹീറോയാകാം, യാഥാർത്ഥ്യത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാം. ഇത് പഠിക്കാൻ ചില പ്രത്യേക വിദ്യകളുണ്ട്. സ്വപ്നങ്ങളുടെ ശാസ്ത്രം തെളിയിക്കുന്നത് നമ്മുടെ തലച്ചോർ എത്രമാത്രം അത്ഭുതങ്ങളും രഹസ്യങ്ങളും നിറഞ്ഞതാണെന്നാണ്. നമ്മുടെ വികാരങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു മാന്ത്രിക കണ്ണാടിയാണിത്. അധ്യായം 3. സ്വപ്നങ്ങളുടെ ചരിത്രം. മനുഷ്യന്റെ അസ്തിത്വത്തോളം തന്നെ പഴക്കമുണ്ട് സ്വപ്നങ്ങളുടെ ചരിത്രത്തിനും. മനുഷ്യൻ തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ തുടങ്ങിയ കാലം മുതൽ സ്വപ്നങ്ങൾ അവന്റെ ജീവിതത്തിലെ ഒരു നിഗൂഢ ഭാഗമായി മാറി. പുരാതന കാലത്ത് ആളുകൾ സ്വപ്നങ്ങളെ ദൈവത്തിന്റെ സന്ദേശമായോ ഭാവിയുടെ സൂചനയായോ ആത്മാവിന്റെ യാത്രയായോ ആണ് കരുതിയിരുന്നത്. ഇന്ന് ശാസ്ത്രം ഇവ തലച്ചോറിന്റെ പ്രക്രിയയാണെന്ന് പറയുന്നു. പക്ഷേ ചരിത്രത്താളുകൾ മറിച്ചു നോക്കിയാൽ സ്വപ്നങ്ങൾ രാത്രിയിലെ സാധാരണ സംഭവം മാത്രമല്ല, സംസ്കാരത്തിന്റെ വികാസത്തിന്റെ ഭാഗം കൂടിയാണെന്ന് മനസ്സിലാക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ സ്വപ്നങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സ്വപ്നങ്ങൾ ദൈവങ്ങളുടെ സന്ദേശമാണെന്ന് അവർ വിശ്വസിച്ചു. രാജാക്കന്മാരുടെയും സാധാരണക്കാരുടെയും സ്വപ്നങ്ങളുടെ അർത്ഥം വിശദീകരിക്കുന്നവർ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ പുരാതന പുസ്തകമായ ദ ബുക്ക് ഓഫ് ഡെഡിൽ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനവും പ്രതീകാത്മക പ്രാധാന്യവും വിശദമായി എഴുതിയിട്ടുണ്ട്. ഫറവോമാർക്ക് തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളും ഭരണപരമായ തീരുമാനങ്ങളും സ്വപ്നങ്ങളിൽ നിന്നാണ് ലഭിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. അതുപോലെ പുരാതന ഗ്രീസിലും റോമിലും സ്വപ്നങ്ങളെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി കണക്കാക്കിയിരുന്നു. അവിടെ സ്വപ്നങ്ങളെ ദിവ്യപ്രവചനമായി കണക്കാക്കി. ഗ്രീക്ക് ദൈവങ്ങളായ സിയൂസിനെയും അപ്പോളോയെയും സ്വപ്നങ്ങളുടെ നാഥന്മാരായി വിളിച്ചു. മഹാനായ ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ സ്വപ്നങ്ങളെ മനസ്സിന്റെ ആഴങ്ങളുടെ കണ്ണാടി എന്നാണ് വിശേഷിപ്പിച്ചത്. റോമൻ പടനായകരും രാജാക്കന്മാരും സ്വപ്നങ്ങൾ കണ്ട് യുദ്ധത്തിന് തയ്യാറെടുത്തിരുന്നു. ജൂലിയസ് സീസറിന്റെ കൊലപാതകത്തിനു മുമ്പ് അദ്ദേഹം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായി ഭാര്യ സ്വപ്നം കണ്ടിരുന്നു. ഇന്ത്യയിലും സ്വപ്നങ്ങൾക്ക് വലിയ ആത്മീയ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ഉപനിഷത്തുകളിൽ സ്വപ്നങ്ങളെ ആത്മാവിന്റെയും പ്രപഞ്ചത്തിന്റെയും യാത്രയായാണ് വർണ്ണിച്ചിരിക്കുന്നത്. സ്വപ്നങ്ങൾ മനുഷ്യന്റെ ചിന്തകൾ മാത്രമല്ല, ആത്മാവിന്റെ അനുഭവങ്ങളാണെന്ന് നമ്മുടെ ഋഷിമാർ വിശ്വസിച്ചു. ഗൗതമബുദ്ധന് ബോധോദയം ലഭിക്കുന്നതിനു മുൻപ് ചില പ്രത്യേക സ്വപ്നങ്ങൾ വന്നിരുന്നതായി പറയപ്പെടുന്നു. മധ്യകാല യൂറോപ്പിൽ സ്വപ്നങ്ങളെക്കുറിച്ച് ഭയവും ജിജ്ഞാസയും ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ സന്ദേശമാണോ അതോ പിശാചിന്റെ തന്ത്രമാണോ എന്ന് അവർ സംശയിച്ചു. എന്നാൽ നവോത്ഥാന കാലത്ത് സ്വപ്നങ്ങളെ കലയുടെയും സാഹിത്യത്തിന്റെയും തത്വചിന്തയുടെയും ഭാഗമാക്കി മാറ്റി. മഹാനായ കലാകാരൻ ലിയോനാർഡോ ഡാവിഞ്ചിയും എഴുത്തുകാരനായ ഷേക്സ്പിയറും തങ്ങളുടെ സൃഷ്ടികളിൽ സ്വപ്നങ്ങളുടെ പങ്ക് എടുത്തുകാണിച്ചു. മായൻ, ഇൻക സംസ്കാരങ്ങൾ സ്വപ്നങ്ങളെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. സ്വപ്നങ്ങൾ മറ്റൊരു ലോകത്തേക്കുള്ള ആത്മാവിന്റെ യാത്രയാണെന്ന് അവർ വിശ്വസിച്ചു. ആധുനിക യുഗത്തിൽ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാറി. സ്വപ്നങ്ങളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് സ്വപ്നങ്ങളെ മനുഷ്യന്റെ ഉപബോധ മനസ്സിലേക്കുള്ള വാതിലാണെന്ന് വിശേഷിപ്പിച്ചു.
അദ്ദേഹത്തിന്റെ ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം ലോകത്തിന് സ്വപ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് നോക്കാൻ പുതിയൊരു കാഴ്ചപ്പാട് നൽകി. എന്നാൽ മൃഗങ്ങളും സ്വപ്നം കാണാറുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഉറങ്ങുന്ന നായ കാലുകൾ ഇളക്കുന്നത് കാണുമ്പോൾ അത് സ്വപ്നത്തിൽ ഓടുകയായിരിക്കാം. സ്വപ്നങ്ങൾ എക്കാലത്തും മനുഷ്യന്റെ ജിജ്ഞാസയുടെ കേന്ദ്രമാണ്. അധ്യായം 4. സ്വപ്നങ്ങളുടെ തരങ്ങൾ. സ്വപ്നങ്ങളുടെ ലോകം നമ്മുടെ ചിന്തകളെപ്പോലെ തന്നെ വൈവിധ്യപൂർണവും വർണ്ണാഭവുമാണ്. ഓരോ സ്വപ്നവും വ്യത്യസ്തമായ കഥകളും വികാരങ്ങളും അനുഭവങ്ങളും കൊണ്ടുവരുന്നു. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോർ ഭാവനകൾക്കും അപ്പുറമുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്ന ഒരു വേദിയൊരുക്കുന്നു. ചില സ്വപ്നങ്ങൾ വളരെ ലളിതവും വ്യക്തവുമാണ്. നിങ്ങളൊരു പാർക്കിലൂടെ നടക്കുന്നതായോ സുഹൃത്തുക്കളോടൊപ്പം ആസ്വദിക്കുന്നതായോ കാണുന്നു. ഇതിനെ സാധാരണ സ്വപ്നങ്ങൾ എന്ന് വിളിക്കാം. ഇവ നമ്മുടെ ദൈനംദിന ചിന്തകളുടെയും വികാരങ്ങളുടെയും അനുഭവങ്ങളുടെയും പ്രതിഫലനമാണ്. പിന്നെ വരുന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന പേടിസ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ഭയം, പിരിമുറുക്കം, ഉത്കണ്ഠ എന്നിവയുടെ ഫലമാണ്. ഉദാഹരണത്തിന്, പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ കഴിയാത്തതായോ ഉത്തരങ്ങൾ മറന്നുപോകുന്നതായോ സ്വപ്നം കണ്ടേക്കാം. പേടിസ്വപ്നങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കുമെങ്കിലും നാം എന്തോ അവഗണിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകുന്ന തലച്ചോറിന്റെ ഒരു വഴിയാണത്. പിന്നീട് വരുന്നത് സത്യമാകുന്ന സ്വപ്നങ്ങളാണ്, അഥവാ ദെജാവൂ സ്വപ്നങ്ങൾ. സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യം പിന്നീട് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന അവസ്ഥയാണിത്. സ്വപ്നത്തിൽ ഒരു പുതിയ സ്ഥലത്ത് നിൽക്കുന്നത് കാണുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശരിക്കും അതേ സ്ഥലത്ത് എത്തിപ്പെടുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ തലച്ചോറിന്റെ അവിശ്വസനീയമായ കഴിവിനെയാണ് കാണിക്കുന്നത്. പറക്കുന്ന സ്വപ്നങ്ങൾ കുട്ടിക്കാലം മുതൽക്കേ ഏറ്റവും ആവേശകരമാണ്. ചിറകുകളില്ലാതെ ആകാശത്ത് പറക്കുന്നത്, സ്വപ്നം കാണുന്നത് സ്വാതന്ത്ര്യത്തിന്റെയും ശക്തിയുടെയും അതിരുകൾ ഭേദിക്കാനുള്ള ആഗ്രഹത്തിന്റെയും പ്രതീകമാണ്. മറ്റൊരു രസകരമായ സ്വപ്നമാണ് ലൂസിഡ് ഡ്രീംസ്. ഇതിൽ നിങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. മാത്രമല്ല, അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാനും കഴിയും. സ്വപ്നത്തിനുള്ളിലെ സ്വപ്നമാണ് മറ്റൊന്ന്. നിങ്ങൾ സ്വപ്നം കാണുകയാണെന്നും പെട്ടെന്ന് ആ സ്വപ്നത്തിനുള്ളിൽ മറ്റൊരു സ്വപ്നം ആരംഭിക്കുന്നതായും കാണുന്നു. ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. മറ്റൊരു തരം ആത്മീയ സ്വപ്നങ്ങളാണ്. മഹാത്മാഗാന്ധിക്കും ഐൻസ്റ്റൈനും ബുദ്ധനും അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിരുന്നു. ഇത് നമ്മുടെ ബോധത്തിന്റെ ആഴങ്ങളുമായി നമ്മെ ബന്ധിപ്പിക്കുന്നു. വർണ്ണാഭമായ സ്വപ്നങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്വപ്നങ്ങളും ചിലർ കാണുന്നു. വീണ്ടും വീണ്ടും വരുന്ന സ്വപ്നങ്ങളും വളരെ രസകരമാണ്. ഒരേ സ്വപ്നം തന്നെ ആവർത്തിച്ചു വന്നാൽ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത എന്തോ പ്രശ്നമുണ്ടെന്നതിന്റെ സൂചനയാകാമത്. സ്വപ്നങ്ങളുടെ ലോകം അത്ഭുതകരമാണ്. അത് ജീവിതത്തിന്റെ പല മുഖങ്ങൾ കാണിച്ചു തരുന്നു. അടുത്ത തവണ ഒരു സ്വപ്നം കാണുമ്പോൾ അതിനെ വെറുമൊരു അനുഭവമായി കാണാതെ ഉള്ളിലേക്കുള്ള യാത്രയുടെ ഭാഗമായി കാണുക. അധ്യായം 5. സ്വപ്നങ്ങളിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. സ്വപ്നങ്ങളുടെ ഭാഷ നിഗൂഢമാണ്. അത് വാക്കുകൾക്ക് പകരം പ്രതീകങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. ഈ പ്രതീകങ്ങൾ ഉപബോധമനസ്സിന്റെ സന്ദേശങ്ങളെ വെളിപ്പെടുത്തുന്നു. സ്വപ്നത്തിൽ വെള്ളം ഒരു പ്രധാന പ്രതീകമാണ്. ശാന്തവും വ്യക്തവുമായ വെള്ളം നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെ കാണിക്കുന്നു. എന്നാൽ കലങ്ങിയതോ പ്രക്ഷുബ്ധമായതോ ആയ വെള്ളം മാനസിക സംഘർഷത്തിന്റെ പ്രതീകമാണ്. പറക്കുന്ന പക്ഷികളെ കണ്ടാൽ അത് സ്വാതന്ത്ര്യത്തിന്റെയും അതിരുകൾ ഭേദിക്കാനുള്ള ആഗ്രഹത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ കണ്ടാൽ നിങ്ങൾ ജീവിതത്തിൽ ബന്ധനത്തിലാണെന്നതിന്റെ സൂചനയാണ്. പാമ്പ് പല വികാരങ്ങളെയും കാണിക്കുന്ന ഒരു പ്രതീകമാണ്. പാമ്പ് കടിക്കുന്നതായി കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നമോ അപകടമോ വരാനുണ്ടെന്ന മുന്നറിയിപ്പാണ്. എന്നാൽ പാമ്പ് പടം പൊഴിക്കുന്നത് കണ്ടാൽ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനയാണ്. സ്വപ്നത്തിൽ വീട് കാണുന്നത് നമ്മുടെ ഉള്ളിലെ അവസ്ഥയെ കാണിക്കുന്നു. വലുതും മനോഹരവുമായ വീട് ആത്മവിശ്വാസത്തെയും സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു. എന്നാൽ തകർന്നതോ ഒഴിഞ്ഞതോ ആയ വീട് നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയെ കാണിക്കുന്നു. സ്വപ്നത്തിൽ കണ്ണാടി കാണുന്നത് ആത്മപരിശോധനയുടെ പ്രതീകമാണ്. എന്നാൽ കണ്ണാടി പൊട്ടിയതാണെങ്കിൽ അത് സ്വയം സംശയത്തിന്റെ പ്രതീകമാകാം. തീ നമ്മുടെ ഉള്ളിലെ അഭിനിവേശത്തെയും ദേഷ്യത്തെയും കാണിക്കുന്നു. ശാന്തമായി കത്തുന്ന തീ ഊർജ്ജത്തെയും നിയന്ത്രണമില്ലാത്ത തീ നിയന്ത്രിക്കാനാവാത്ത കോപത്തെയും കാണിക്കുന്നു. പടികൾ മറ്റൊരു പ്രതീകമാണ്. മുകളിലേക്ക് പോകുന്ന പടികൾ വിജയത്തെയും താഴേക്ക് പോകുന്ന പടികൾ ഉള്ളിലെ ഭയത്തെയും അരക്ഷിതാവസ്ഥയെയും കാണിക്കുന്നു. സൂര്യൻ ജീവന്റെയും ഊർജ്ജത്തിന്റെയും പ്രതീകമാണ്. ചന്ദ്രൻ നമ്മുടെ വികാരങ്ങളെയും ആത്മപരിശോധനയെയും കാണിക്കുന്നു. താഴേക്ക് വീഴുന്നതായി കണ്ടാൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന്റെ ഭയമാണ്. എന്നാൽ പറക്കുന്നത് അതിരുകൾ ഭേദിക്കാനുള്ള കഴിവിനെ കാണിക്കുന്നു. ഈ പ്രതീകങ്ങളുടെ അർത്ഥം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. സ്വപ്നങ്ങളുടെ ഭാഷ സ്വന്തം ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. അധ്യായം 6. ലൂസിഡ് ഡ്രീമിംഗിന്റെ കല. നിങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് സ്വപ്നത്തിൽ വെച്ചുതന്നെ മനസ്സിലാക്കുകയും തുടർന്ന് ആ സ്വപ്നത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ബോധവും സ്വപ്നവും ഒരുമിക്കുന്ന അവസ്ഥയാണിത്. ലൂസിഡ് ഡ്രീമിംഗ് വളരെ ആവേശകരമാണ്.
സാധാരണ സ്വപ്നങ്ങളിൽ നാം വെറും കാഴ്ചക്കാർ മാത്രമാണ്. എന്നാൽ ലൂസിഡ് സ്വപ്നങ്ങളിൽ നിങ്ങൾ സംവിധായകനാകുന്നു. ടിബറ്റൻ ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇതിനെ ഡ്രീം യോഗ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് പരിശീലിക്കാനുള്ള ചില വിദ്യകളുണ്ട്. ഒന്നാമത്തേത് ഡ്രീം ജേർണലിംഗ്. രാവിലെ ഉണർന്നയുടനെ കണ്ട സ്വപ്നം ഒരു ബുക്കിൽ എഴുതിവെക്കുക. ഇത് സ്വപ്നങ്ങളെ തിരിച്ചറിയാൻ ഉപബോധമനസ്സിനെ സഹായിക്കുന്നു. രണ്ടാമത്തത് റിയാലിറ്റി ചെക്ക്. പകൽ സമയത്ത് ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ഇടയ്ക്കിടെ സ്വയം ചോദിക്കുക. ഇത് ശീലമാകുമ്പോൾ സ്വപ്നത്തിലും നിങ്ങൾ ഈ ചോദ്യം ആവർത്തിക്കും. മൂന്നാമത്തേത് ഉറങ്ങുന്നതിനു മുമ്പ് ഞാനിന്ന് സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമാണെന്ന് ഞാൻ തിരിച്ചറിയുമെന്ന് സ്വയം ഉറപ്പിക്കുക. പേടി സ്വപ്നങ്ങൾ കാണുന്നവർക്ക് തങ്ങളുടെ ഭയത്തെ മറികടക്കാൻ ലൂസിഡ് ഡ്രീമിംഗ് സഹായിക്കുന്നു. ഉയരത്തിൽ നിന്ന് വീഴുന്നതായി സ്വപ്നം കാണുന്നയാൾക്ക് ലൂസിഡ് ഡ്രീമിംഗിലൂടെ ആ ഭയത്തെ മാറ്റിപ്പറക്കുന്ന അനുഭവമാക്കി മാറ്റാം. നിക്കോള ടെസ്ലയെപ്പോലുള്ള ശാസ്ത്രജ്ഞർ തങ്ങളുടെ വലിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ആശയങ്ങൾ സ്വപ്നങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇത് വെറുമൊരു മാന്ത്രിക വിദ്യയല്ല, നിരന്തരമായ പരിശീലനത്തിലൂടെയും ക്ഷമയിലൂടെയും നേടിയെടുക്കാവുന്ന ഒരു കലയാണ്. അധ്യായം 7. ഭാവി പ്രവചിക്കുന്ന സ്വപ്നങ്ങൾ. കണ്ട സ്വപ്നം പിന്നീട് സത്യമായി മാറിയ അനുഭവം പലർക്കുമുണ്ടായിട്ടുണ്ടാകും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഇത്തരം സ്വപ്നങ്ങളിൽ കാണാറുണ്ട്. ഇവ ചിലപ്പോൾ മുന്നറിയിപ്പുകളായി വരുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന തലച്ചോർ ഭാവിയിൽ സംഭവിക്കാനിടയുള്ള കാര്യങ്ങളെ സ്വപ്നങ്ങളിലൂടെ മുൻകൂട്ടി കാണിച്ചു തരുന്നതാണ് ഇതിന് കാരണം. പണ്ടുകാലത്ത് ഭാവി അറിയാൻ സ്വപ്നങ്ങളെ ആശ്രയിച്ചിരുന്നു. ഒരു രസകരമായ ഉദാഹരണമുണ്ട്. 1912 ടൈറ്റാനിക് മുങ്ങുന്നതിനു മുമ്പ് പല യാത്രക്കാരും കപ്പൽ മുങ്ങുന്നതായി സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അവരത് കാര്യമാക്കിയില്ല. നമ്മുടെ ഉപബോധമനസ്സ് നിരന്തരം വിവരങ്ങൾ ശേഖരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം സ്വപ്നങ്ങൾ വരുന്നത്. അടുത്ത തവണ ഇത്തരമൊരു സ്വപ്നം കണ്ടാൽ അവഗണിക്കുന്നതിനു മുൻപ് ഒന്നുകൂടി ചിന്തിക്കുക. ഒരുപക്ഷെ അതിൽ വലിയൊരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അധ്യായം 8. സ്വപ്നങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വിചിത്രവും രഹസ്യങ്ങൾ നിറഞ്ഞതുമായ ഒരു ഭാഗമാണ്. നാം ഉണർന്നിരിക്കുമ്പോൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ മറച്ചുവെക്കുന്ന പല വികാരങ്ങളും ഭയങ്ങളും സ്വപ്നങ്ങളിലൂടെയാണ് പുറത്തുവരുന്നത്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് വിശ്വസിച്ചിരുന്നത് സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതരഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുമെന്നാണ്. സ്വപ്നത്തിലെ പ്രതീകങ്ങൾ നമ്മുടെ പഴയ ഓർമ്മകളെയും ആഗ്രഹങ്ങളെയും വെളിപ്പെടുത്തുന്നു. സ്വപ്നങ്ങളിലൂടെ നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്കെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വപ്നങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ നാം നമ്മുടെ അനുഭവങ്ങളെയും വികാരങ്ങളെയും ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. അധ്യായം 9. സ്വപ്നങ്ങളുടെ മനഃശാസ്ത്രം. സ്വപ്നങ്ങൾ വെറും ചിത്രങ്ങളല്ല, അവ നമ്മുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ്. ഒരാൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതായി സ്വപ്നം കണ്ട് ഭയന്ന് ഉണരുന്നു എന്ന് കരുതുക. ജീവിതത്തിൽ നാം വലിയ സമ്മർദ്ദത്തിലോ പ്രതിസന്ധിയിലോ ആയിരിക്കുമ്പോഴാണ് ഇത്തരം സ്വപ്നങ്ങൾ വരുന്നത്. നമ്മൾ ഒന്നിനു പുറകെ ഓടുന്നതായി കണ്ടാൽ ജീവിതത്തിൽ നാം ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നമ്മിൽ നിന്ന് അകന്നുപോകുന്നതിന്റെ നിരാശയാണത് കാണിക്കുന്നത്. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയും സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്നു. അമിതമായ ക്ഷീണം, മാനസിക സമ്മർദ്ദവും സ്വപ്നങ്ങളായി പുറത്തുവരാം. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളും ഭയങ്ങളും സ്വപ്നങ്ങളിലൂടെ പുറത്തുവരുന്നു. അധ്യായം 10. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള വഴികൾ. സ്വപ്നങ്ങളെ മനസ്സിലാക്കുക എന്നത് ഒരു കലയാണ്. ഇതിലെ ആദ്യപടി നമ്മളെത്തന്നെ മനസ്സിലാക്കുക എന്നതാണ്. സ്വപ്നത്തിൽ കാണുന്ന മൃഗങ്ങളെപ്പോലുള്ള പ്രതീകങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. പുലി ദേഷ്യത്തെയും പൂച്ച ശാന്തതയെയും കാണിക്കുന്നു. സ്വപ്നം കണ്ട് ഉണർന്നയുടനെ നിങ്ങൾക്ക് തോന്നിയ വികാരങ്ങൾ കുറിച്ചുവെക്കുക. ഭയമാണോ സന്തോഷമാണോ എന്ന് രേഖപ്പെടുത്തുന്നത് സ്വപ്നത്തെ മനസ്സിലാക്കാൻ സഹായിക്കും. ലൂസിഡ് ഡ്രീമിംഗ് വഴി പേടിസ്വപ്നങ്ങളെ മാറ്റാൻ സാധിക്കും. ഓരോ സ്വപ്നവും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങളുടെ മാത്രം അനുഭവങ്ങളുടെയും മാനസികാവസ്ഥയുടെയും പ്രതിഫലനമാണ്. അധ്യായം 11. സ്വപ്നങ്ങളും ആത്മീയതയും തമ്മിലുള്ള ബന്ധം. ആത്മീയമായി നോക്കിയാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്വപ്നങ്ങൾ. പലപ്പോഴും നാം ജീവിതത്തിൽ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുമ്പോൾ ആ ഉത്തരങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളിൽ തെളിഞ്ഞുവരാറുണ്ട്. ആത്മീയമായി ഉയർന്ന തലത്തിലുള്ളവർക്ക് അവരുടെ സ്വപ്നങ്ങളിൽ ആത്മീയ ഗുരുക്കളുടെയോ അതല്ലെങ്കിൽ സമാധാനം നൽകുന്ന വെളിച്ചത്തിന്റെയോ രൂപത്തിൽ ശരിയായ വഴികാണിക്കുന്ന സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. ഒരു മനുഷ്യൻ തന്റെ ഉള്ളിലെ ഊർജ്ജത്തെയും ശാന്തിയെയും എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആത്മീയ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. അധ്യായം 12. സ്വപ്നങ്ങളുടെ രഹസ്യവും നമ്മുടെ ജീവിതത്തിൽ അവയുടെ സ്വാധീനവും. സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ ജോലിയിൽ വീണ്ടും വീണ്ടും വിജയിക്കുന്നതായി സ്വപ്നം കാണുന്നത് യഥാർത്ഥ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ആത്മവിശ്വാസക്കുറവുണ്ട് എന്നതിന്റെ സൂചനയാകാം. സ്വപ്നങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള വഴി കാണിച്ചു തരുന്നു. ഒരു സ്ത്രീ മല കയറാൻ കഷ്ടപ്പെടുന്നതും ഒടുവിൽ ആത്മവിശ്വാസത്തോടെ കൊടുമുടിയിലെത്തുന്നതും സ്വപ്നം കാണുന്നു. ഇത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ അവൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. സ്വപ്നങ്ങൾ നമ്മെ ഭൂതകാലത്തിലെ വേദനകൾ മറന്ന് മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു. നിഗമനം. സ്വപ്നങ്ങൾ എക്കാലത്തും വലിയൊരു രഹസ്യമാണ്.
നമ്മുടെ ബോധത്തിനും അബോധത്തിനുമിടയിലുള്ള വിടവ് നികത്തുന്നത് സ്വപ്നങ്ങളാണ്. ഭയമാകട്ടെ, സന്തോഷമാകട്ടെ, സമാധാനമാകട്ടെ, നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ രൂപം കാണിച്ചുതരുന്ന കണ്ണാടികളാണ് സ്വപ്നങ്ങൾ. അത് വെറുമൊരു നിഴലല്ല, നമ്മുടെ ജീവിതരഹസ്യങ്ങളിലേക്കുള്ള താക്കോലാണ്. അതുകൊണ്ട് ഓരോ തവണ ഉറങ്ങാൻ പോകുമ്പോഴും അത് ശരീരത്തിന് വിശ്രമം നൽകാൻ മാത്രമല്ല, ആത്മാവിനെ ഉണർത്താനുള്ള ഒരു അവസരം കൂടിയാണെന്ന് തിരിച്ചറിയുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.